പതിപ്പ് ഉണ്ടാവില്ല. ഇവിടെയുള്ള ഈ വക്കീൽ നോട്ടീസ് അയച്ച ആളുടെ കയ്യിലുണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ മലയാള പരിഭാഷ. നോട്ടീസ് എനിക്ക് ലഭിച്ചത് 9/1/2026 അതിന് ഞാൻ എൻ്റെ തന്നെ സുഹൃത്തും സഹപ്രവർത്തനവുമായിട്ടുള്ള സുപ്രീം ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് തോമസ് അബ്രഹാം വഴി മറുപടി അയക്കും. എനിക്ക് നോട്ടീസ് കിട്ടുന്നതിന് മുമ്പ് ഇത് TV സോഷ്യൽ മീഡിയയിൽ പ്രചരണത്തിന് കൊടുത്തത് എന്തുകൊണ്ടാണ്, അത് പ്രചരണമാക്കിയത് എന്തുകൊണ്ടാണ്, ഇത് വ്യക്തമാക്കണം. ഈ പറഞ്ഞ തുക കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. ഇല്ലെങ്കിൽ പോലും 1 കോടി രൂപ ഞാൻ ഇതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിച്ചിരിക്കുന്നു, നിങ്ങൾ തരണമെന്ന് പറഞ്ഞാൽ ഒരു 100 മുസ്ലിം സുഹൃത്തുക്കൾ ഓരോ 1,00,000 രൂപ തരാൻ ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. അത് എൻ്റെ പാർട്ടിയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല. അതാദ്യം മനസ്സിലായിക്കോളണം. ഞാൻ എൻ്റെ ജനനം നാദാപുരത്ത് ആദ്യം മനസ്സിലായിക്കോളണം. അവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് ബംഗളത്ത് മുഹമ്മദ് ഓർത്തോളൂ, നാദാപുരം നിയോജക മണ്ഡലം പ്രസിഡൻ്റാണ്. 2018 ഞാൻ അവിടെ ഒരു സ്ഥാപനം കൊണ്ടുവന്നു. കൊണ്ടോട്ടി മൊയിൻകുട്ടി വൈദ്യ മാപ്പിള അക്കാദമിയുടെ ഉപശാഖ കേരളത്തിൽ ആദ്യമായി. ലീഗുകാർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതല്ല. മനോഹരമായൊരു കെട്ടിടമുണ്ടായി. അത് ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ബംഗളത്ത് പറഞ്ഞത് കേട്ടോളൂ. AK ബാലൻ ഈ നാടിൻ്റെ അഹങ്കാരവും അഭിമാനവുമാണ്. അദ്ദേഹം CPMൻ്റെ നേതാവ് മാത്രമല്ല, ലീഗിൻ്റെയും കൂടി നേതാവാണ്. മുസ്ലിം ലീഗിൻ്റെ തൂണേരിയിലുള്ള ഒരു വാർഡ്, അതെൻ്റെ വീടിൻ്റെ അടുത്താണ്, കക്കമ്പള്ളി തൂണേരി ബൈപ്പാസ് റോഡ്. 4 കോടി രൂപയിൽ ഞാൻ പണി പൂർത്തീകരിച്ചു. അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോൾ അന്തരിച്ചു പോയ ഇബ്രാഹിം കുഞ്ഞായി. ഇദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മേൻ്റെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. ആ റോഡിന് ലീഗുകാർ കൊടുത്ത പേര് ബാലൻ റോഡ് എന്നാണ്. ഇപ്പോഴും ബാലൻ റോഡ് അവിടെയുണ്ട്. അഭിവാദ്യം യൂത്ത് ലീഗുകാർ ബാനർ കെട്ടി എന്നെ അഭിനന്ദിച്ചു. അതിൻ്റെ ഫോട്ടോ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു. ആ മാതൃഭൂമി ലേഖകൻ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഈ രംഗം എന്നെ ഓർമ്മപ്പെടുത്തി. ഇസ്മയിൽ, മാതൃഭൂമി ലേഖകൻ. ഞാൻ ആളുടെ പേരൊക്കെ പറയുന്നത് ആധികാരികത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇന്നും ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. വളരെ ചെറുപ്പത്തെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നാദാപുരം പള്ളിയുടെ മുമ്പിലിരുന്ന് വൈലിത്തറ മൗലവിയുടെ മതപ്രസംഗം കേട്ടവനാണ് ഞാൻ. വയല് ഫറൂഖ് മൗലവിയുടെ മതപ്രസംഗം കേട്ടവനാണ് ഞാൻ. മൊയ്ലൂദും കുത്തിയാറാത്തിയും 5 നേരമുള്ള നിസ്കാരവും സ്വബയും ലോഹറും അസറും മഗ്‌രിബും ഇശാവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തരീക്ഷത്തിൽ വളർന്ന ഒരാളാണ് ഞാൻ. ഈ അടുത്ത കാലത്താണ് ഈ വയലിത്തറ മൗലവി, അദ്ദേഹം ആലപ്പുഴക്കാരനാണ്, ഹരിപ്പാട്, മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മകനെന്നെ വിളിച്ചിട്ട് ബാപ്പാക്ക് നിങ്ങളെ കാണണം എന്നാഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതിനുള്ള കാരണം മാധ്യമത്തിൽ എൻ്റെ ഒരു ലേഖനം പറഞ്ഞു. നാദാപുരത്തെ വയലും തലശ്ശേരിയിലെ ബിരിയാണി. നിർഭാഗ്യവശാൽ എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു. ഖുർആൻ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മതഗ്രന്ഥമാണ്. ഹൈക്കൽ എഴുതിയ മലയാള തർജ്ജമ, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് അല്ല അറബിക് വേർഷന് മലയാളത്തിലുള്ള തർജ്ജമ, അത് ആർത്തിയോടുകൂടി വായിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ദുബൈയിൽ പോയ സമയത്ത് ഇവിടെ ഈ പുസ്തകം ഈ പതിപ്പ് ഉണ്ടാവില്ല. ഇവിടെയുള്ള ഈ വക്കീൽ നോട്ടീസ് അയച്ച ആളുടെ കയ്യിലുണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ മലയാള പരിഭാഷ. ഇതെനിക്ക് തന്നിട്ടുള്ളത് OV മുസ്തഫ അഡ്വക്കേറ്റും അദ്ദേഹത്തിൻ്റെ ഭാര്യ അൽമനയും. തലശ്ശേരിയിലെ എൻ്റെ സുഹൃത്തുക്കളാണ്.
ഹദീസുകളെ സംബന്ധിച്ചും ഖുറാനെ സംബന്ധിച്ചുള്ള എൻ്റെ താല്പര്യം അവർക്കറിയാം. അപ്പോൾ ഇത് വായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഈ ഡീഫൈമേഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ശിക്ഷിച്ച് ജയിലാക്കുകയാണെങ്കിൽ ആദ്യത്തെ എൻ്റെ കടമ ഇത് വായിച്ചു തീർക്കുക എന്നുള്ളതായി. ഇതിൽ കൃത്യമായി മുനാഫിക്കുകളെ പറ്റി പറയുന്നത്, കപട വിശ്വാസികളെ സംബന്ധിച്ച്. ഞാനൊരു കപട വിശ്വാസിയല്ല, തൊഴിലാളി വർഗത്തോട് കൂറുള്ള ഒരു വിശ്വാസി, തൊഴിലാളി വർഗത്തോട് ഈമാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ കപടത്തരില്ല. തൊഴിലാളി വർഗത്തോടുള്ള കൂറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിശ്വാസ്യതയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അധികാരം കിട്ടിയ സമയത്തും എല്ലാതപ്പോഴും ജനങ്ങളോടൊപ്പം തന്നെ നിന്നതാണ്. എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ശ്രദ്ധിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള നാദാപുരം മണ്ഡലം, പ്രത്യേകിച്ച് തൂണേരി നാദാപുരം പഞ്ചായത്തുകളിൽ ഒരു ഗവൺമെൻറ്റിനും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്.